ഗൈസ് ഉമ്മമാന്റെ അവസ്ഥ എന്താന്ന് കാണിച്ചു തരാം. പനിയൊക്കെ കുറവുണ്ട്, ചുമല്ലേ അത് മാറിക്കോളും. അതേപോലെ നമ്മക്ക് ആകെ ഉള്ളത് ഒരു ബാത്റൂമാണ്, മെയിൻ ആയിട്ട് പറയുന്നത് ബാത്റൂമാണല്ലേ. ബാത്റൂം ഇപ്പൊ എന്താ കാട്ടിയമ്മള്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പനീന് മഞ്ഞപ്പിത്തായതുകൊണ്ട് നമുക്ക് ഡെയിലി 4 വട്ടമാണ് സൂചി അടിക്കേണ്ടത്. 2 വട്ടമാണ് സൂചി അടിക്കേണ്ടത്. അപ്പൊ ഞാനും ഓന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കാണ്. നമുക്ക് ഇറങ്ങല്ലേ, പെരും മഴ. ഈ മഴയത്ത് നമുക്ക് കോട്ടിട്ട് വേണം പോവാന്. ഫോട്ടോസ് കുളിച്ചാലൊന്നും മുതലാവില്ല. അത് ചുമക്കളമായിരുന്നോ? അതെന്നാ എനിക്കും തരും, എനിക്കും ചെറിയ ചുമ ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഓനിക്കും. അതായത് ഇവൻ ഇപ്പൊ കുടിക്കണ വെള്ളം അതേപോലെ തന്നെ ഇവൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലായിട്ടില്ല. നമ്മളോട് ഡോക്ടർ അങ്ങനെ പറഞ്ഞിനോ? നമ്മളോട് യൂട്യൂബിൽ അങ്ങനെ കമന്റ് ഒക്കെ പറഞ്ഞത് ഡോക്ടർ അങ്ങനെ പറഞ്ഞിനോ? ഒരാൾ യൂസ് ചെയ്യുന്ന സാധനം കൊടുക്കരുത്. ഇപ്പൊ എല്ലാരും മാസ്ക് ഇട്ട് വെക്കുക. ഇമ്മ മാസ്ക് ഇടുകയാണ്, അനിയ മാസ്ക് ഇടുകയാണ്, ഞാനും മാസ്ക് ഇടുകയാണ്. മാസ്ക് ഇട്ട് നടക്കുകയാണ്. പിന്നെ ഉമ്മ ഉള്ളിൽ കടന്നുറങ്ങാണ്. അതാണ് ഇപ്പൊ ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലാത്തത്. ഉമ്മ എന്തെങ്കിലും മരുന്ന് കുടിച്ചിട്ടാണ് കടന്നത്? ആണോ? നല്ലോണം ഉമ്മ രാവിലെ വന്നപ്പോ തൊട്ട് പൊതിച്ച് കിടക്കൽ തുടങ്ങിയല്ലേ. അതുകൊണ്ട് ഉമ്മമാര് പനി വേഗം വിട്ടിക്കണ്. നമുക്ക് വേറെ ഒന്നും ആവാതെക്കട്ടെ. ഒരു വിധനും കാറ്റ് കയറരുത്, മുടിയൊന്നും നനക്കല്ലേ. ഗുളിക വന്നിട്ട് കുടിച്ചല്ലേ. ഈ കവറും ആ സിറിഞ്ചും കൊണ്ടുവരും കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് 10 മണിക്ക് കിടക്കും. എന്റെ കയ്യ് നനീല്ലേ അപ്പൊ? അതിനുള്ളിൽ കിട്ടോണ്ട് ഗൈസ്, എന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ. വാതിലടച്ചല്ലേ കുടിച്ച ഇതല്ലേ കറക്റ്റ് ടൈം നോക്കിയാണ് മഴയും പെയ്യില്ലേ. അല്ലേ ഇപ്പൊ ചെറുതായിട്ട് നിന്നീനേ. ഇപ്പൊ ചെറുതായിട്ട് ഒരു 10 ഗ്യാപ്പ് കിട്ടിയേ. ഇപ്പൊ നമ്മളൊന്ന് മുറ്റത്ത് കാലെത്തിയ പാടക്കണേല് പിന്നെ ഏട്ടാ അവിടുത്തെ ചീട്ടിന് എന്തെങ്കിലും എടുക്കേണ്ടി വരുമോ? വേണ്ടത് നമ്മളെങ്ങോട്ട് പോണേ? നമ്മളെ ഉപ്പടക്ക്. അതായത് ഗൈസ് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, ക്ലിനിക്ക് ഉണ്ട്. അങ്ങോട്ട് പോവാണ്. അപ്പൊ നമ്മളെ പെങ്ങളെ കൊണ്ട് ആക്കാന്നാ കരുതിനെ. പക്ഷെ ഓൾക്കാണെങ്കിൽ ചോര എടുക്കാൻ അറിയുള്ളൂ, അങ്ങോട്ട് കുത്തി കയറ്റാൻ അറിയില്ല, ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ അറിയുള്ളൂ. ഇതാണ് പൊട്ടത്തിയെ പറഞ്ഞേ. ഓ കാടില്ലേ, കാട് 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 ഉപ്പടത്തെ ഒരു കാടുണ്ടോ, മഞ്ഞ കാട് ചെറുത്. ഞാനുണ്ടല്ലോ എന്തതിനെ കാട്ടണ്ടിയേ. ഞാൻ അവിടെ പോയി തപ്പനുണ്ട്. മുണുങ്ങ്, ബാക്കി മുണുങ്ങിവിട്. ചക്ക അറിയുമ്പോ കൊക്കുന്നല്ല, കൊക്ക് കേക്കണത്. പിന്നെ സിസ്റ്റർമാർക്ക് വേണമെങ്കിൽ എന്തിനത് ഓക്കെ 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 എന്റെ കല്ലിന് പോവരുതേ. ഓക്കെ നോക്കിക്കോളൂ. അപ്പൊ കുഴപ്പമില്ല, എമൗണ്ട് എടുത്തോളൂ. വണ്ടിയിലിടാം. ഇന്നലത്തെ മൈക്ക് ഇവിടുന്ന് പോയിച്ചടിച്ചല്ലേ. ഗൈസ് ഇവിടെ ഹോസ്പിറ്റലിലെത്തി ഓനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചീട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം വെറുതെ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും മരുന്നെടുത്ത് കയറ്റാൻ പറഞ്ഞാൽ കയറ്റി കൊടുക്കൂലല്ലോ. അപ്പൊ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ചീട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറയുന്നു. എന്തേ ചീട്ടിന്റെ ഫോട്ടോ അയച്ചുതരാൻ പോലെ അതാ ഇല്ലേ? ഗൈസ് അങ്ങനെ ഓരോ ഓക്കെ എന്ന് പറഞ്ഞേക്കണേ. ചെക്ക് കാരണം കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടല്ലേ ഇത് ചെക്ക് ചെയ്യാന്. അല്ലെങ്കിൽ എന്താ അറിയോ, വല്ല മയക്കുമരുന്ന് എന്തെങ്കിലും ഓരോട് എങ്ങനെ ഉണ്ടാവും ചോദിക്കായിരുന്നു.
അതുകൊണ്ടൊക്കെ തന്നെ ഈ കാലം നല്ല തണുപ്പ് ഛർദ്ദിക്കാനൊന്നും ഇത് കയറ്റുമ്പോൾ മെല്ലെ കുറച്ചുകൂടി മെല്ലെ കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലതാക്കിയാലോ നല്ല ചെറുതായിട്ട് കുറച്ച് മെല്ലെ ചെറിയൊരു വേന പോലെ എൻ്റെ ഇല്ലേ എന്താ അവസ്ഥ കുത്തി കയറ്റിട്ട് ചെറിയൊരു വേന മയക്കുണ്ട്. കയറ്റിയപ്പോ ഒരു തണുപ്പുണ്ടായി കയറ്റിയപ്പോ നല്ല തണുപ്പ് നല്ലൊരു കുളിര്. പക്ഷെ കഴിഞ്ഞപ്പോ ചെറിയ വേനയുണ്ട്. നമുക്ക് പെരിക്ക് പോയി നോക്കാം. എങ്ങനെ അതെന്തായാലും വേണ്ട പിന്നെ ചീട്ടും തേങ്ങ ഒന്നും ഇല്ലാതെ അങ്ങോട്ട് പോയിക്കണേ. എന്നിട്ട് ഉമ്മ അവിടുന്ന് ഫോട്ടോ അയച്ചു തന്നിക്കാണ് ഗൈസ്. നമ്മളെടുത്ത് ചീട്ടില്ല ഇനി. ഉമ്മടെ ഉമ്മ മരുന്ന് കുടിച്ചോ? ഉറങ്ങിയോ? ഗൈസ് ഉമ്മമാന്റെ അവസ്ഥ എന്താന്ന് കാണിച്ചു തരാം. മമ്മ തട്ടുണ്ടോ? എന്താ അവസ്ഥ? ഇങ്ങനെ കുരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന. കുരന്നപ്പോ വേദന കുറവുണ്ട്. ഈ മാസ്ക് ഒക്കെ പാടതിന്റെ ഒപ്പം കുത്തി കയറ്റണ്ടേ. മാസ്ക് വേണമെങ്കിൽ എടുത്ത് കളഞ്ഞളേ. അല്ല ഇങ്ങോട്ട് വെച്ചിട്ടാണ് വൈകിട്ടാണ്. പനിയൊക്കെ കുറവുണ്ട്. ചുമല്ലേ അത് മാറിക്കോളും. ഓനക്ക് കുഴപ്പമൊന്നുമില്ല. ഓനക്കിപ്പോ സൂചിച്ചു വരിക. ഗൈസ് ഇനിയിപ്പോൾ നാളെ നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് ശരിയാക്കാണ്ട്. കാരണം ഓൻ്റെ ഇന്ത്യൻ ഡ്രസ്സൊക്കെ ആ കാലം കോലായി കിടക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടില്ലാണ്. ഇനി ഫോണിട്ട ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റൂല. അതേപോലെ തന്നെ അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കല്ലേ അമ്മ? നാളെ ഇനി കൊറേ പണിയുണ്ട്. ഓന്റെ ഡ്രസ്സൊക്കെ അല്ല തിന്നൊക്കെ ഇവിടെ പാത്രത്തിൽ വേറെ കഴുകി വെച്ചിരിക്കണം. അതേപോലെ നമ്മക്ക് ആകെ ഉള്ളത് ഒരു ബാത്റൂമാണ്. മെയിൻ ആയിട്ട് പറയുന്നത് ബാത്റൂമാണല്ലേ. ബാത്റൂം ഇപ്പൊ എന്താ കാട്ടിയ നമ്മള്? എന്താ കാട്ടാ? അതൊരു പിടുത്തല്ല കഴിച്ച് ഞങ്ങക്ക്. കൊറേ ഡെറ്റോളൊക്കെ വാങ്ങിക്കൊണ്ടു നിക്കണേ. ആ ഏത് അത് കുറച്ച് വെള്ളം അടിച്ചാൽ നമ്മളെ വീട്ടിലുണ്ടല്ലോ വെള്ളം പൈപ്പ് വെച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ മതി. അത് ചോദിച്ചാൻ പറ്റുമോ? എന്തിനു ചോദിച്ചാൽ ആരോട് ചോദിച്ചാണ്? അത് ചോദിച്ചോക്കാം. ചോദിച്ചൊന്നും വേണ്ട. എന്നാ കഴിച്ച് നമുക്ക് അടുത്ത നാളെ അങ്ങനെ നോക്കി നോക്കാം. മറ്റേ പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ബാത്റൂം യൂസ് ചെയ്യണത്. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ചിലപ്പോൾ പോയിക്കൊണ്ടൊന്നും വരില്ല. അതൊന്ന് അങ്ങനെ ചെയ്ത് നോക്കാം. ഞങ്ങൾ അപ്പുറത്തെ ഒരു താഴെ ഒരു ഒഴിഞ്ഞ പേര് ഇതായി കിടക്കുന്നുണ്ട്. പോലെ ബാത്റൂം കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് കഴിഞ്ഞാൽ നല്ലത് കിട്ടും. നമുക്ക് അങ്ങനെ നോക്കാം. പുറത്തൊക്കെ പാമ്പിനെ നോക്കണം ആദ്യം. അത് നോക്കി നമുക്ക് അത് നോക്കാം. നാളെ കാട് വെട്ടി തെളിച്ച് നമുക്ക് ഉണ്ടാക്കും. അല്ല ഇപ്പൊ എന്താ ഞാനും ഉണ്ടേ. അല്ലെങ്കിൽ പിന്നെ ആകെ വെറുതെ പണി ആക്കണ എന്തിനാ? വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തരാക്കൊന്നില്ലല്ലോ. എന്തായാലും പുതച്ചു മൂടി കടന്നവാ. ഇപ്പൊ നീ കടത്തല്ലേ? ഇങ്ങനെ കടന്നാ മതി. എന്നാലും കാറ്റൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കുറച്ച് കഴിയുമ്പോ വന്ന് നോക്കും കടക്കണ എങ്ങനെ നോക്കട്ടെ. ഈ ഫാൻ ഇടാൻ നിക്കണ്ട. എന്റെ റൂമിലിടുമ്പോ തന്നെ ഈ റൂമിക്ക് ഭയങ്കര കാറ്റേക്കാരം. ഫാൻ ഇടട്ടോ. ഞാൻ അപ്പുറത്തെ കിടക്കണേ. ഈ കടത്തം മരുന്നൊക്കെ കുടിച്ചില്ലേ? കഞ്ഞി കുടിച്ചില്ലേ? ഇനി എന്തെങ്കിലും തിന്നാണ്ടോ? പിന്നെ നാളെ പോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികളോ അതേപോലെ തന്നെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങാം. എന്നെ നാളെ ഇനി അത് പോയി അത് വാങ്ങാം. നാളെ അത് കടച്ചു. നാളെ എന്നാ പോയിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നാൻ നോക്കാം. അതായത് ചോറ് തിന്നരുത് ഇന്നലെ പറഞ്ഞത്. ചോറ് കൂടുതലാവരുത് ഇന്നലെ പറഞ്ഞത്. ഏറാ ഓം കഞ്ഞി കുടിച്ചോ? മരുന്നെടുത്താണ് ഗുളിക. എന്ത് മാമ? കടന്നുറങ്ങിക്കോ. എന്റെ പനിയാണ് പോവാത്തത്. പനിയല്ലടാ മഞ്ഞപ്പിത്തം. അതന്നെ അതാണ് പോവാത്തത്. കുറച്ച് കടന്നുറങ്ങിക്കോ. ഉമ്മ ഗുളിക അടിക്കി. അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉമ്മാന്റെയും ഇമ്മമാന്റെയും ഇമ്മാന്റെയും ഇമ്മമാന്റെയാണ് എപ്പോഴും വരുന്നത്. ഇമ്മാന്റെയും അനിയന്റെയും ഇമ്മമാന്റെയും അനിയന്റെയും പനിന്റെ കാര്യമാണ് ഉള്ളത്. എനിക്ക് എപ്പോഴും ഉമ്മാനെയും ഇമ്മമാനെയും മാറിപ്പോവാണ്. ഞാൻ ഉമ്മമാനെ പോയി ഇമ്മ വിളിക്കും.
ഇമ്മാനെ പോയിട്ട് ഇമ്മമ്മ വിളിക്കും. അതാണ് അവസ്ഥ. 3 നേരം ഇമ്മാക്ക് 7 കൂട്ടം മരുന്ന. 7 കൂട്ടം മരുന്നു. അതില് ഗ്യാസിന്റെ ഗുളികയും പിന്നെ എന്താണ് കൊരന്റെ ആ കുപ്പിമരുന്ന് മാത്രം അയാള് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് തന്നത് മാത്രം മനോട് കുടിച്ചണ്ടായിരുന്നു. ബാക്കിയുള്ളൊക്കെ അങ്ങനെ തന്നെ കുടിച്ചും ചെയ്യുക. പിന്നെ അവിടുന്ന് കൊരന്റെയും ഗ്യാസിന്റെയും ഗുളിക വേറെ തന്നിക്കണം. ഗുളികയും കുപ്പിമരുന്ന്. ഉറങ്ങല്ലേ മോനി? ലേറ്റ് ഓഫ് ആക്കട്ടോ. ലൈറ്റ് ഓഫ് ആക്കി. ആയിക്കോട്ടെ. നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എങ്ങനെ എല്ലാവർക്കും അസ്സലാമലൈക്കും. വിജയിച്ച മക്കളെ നിങ്ങളെ പ്രാർത്ഥിച്ചാൽ നോക്ക്. നിങ്ങളെ പ്രാർത്ഥന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ ഉമ്മക്ക് ഇങ്ങനെ ചാടി കളിച്ച് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നാ എടാ അസ്സലാമു അലൈക്കും. എന്നാ എല്ലാവർക്കും ചാറ്റ എണ്ണ കഴിഞ്ഞു. എല്ലാവർക്കും അസ്സലാമലൈക്കും.